ആത്മലോകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആത്മീയത എന്നാൽ അതൊരു വിശ്വാസമല്ല, എന്നാൽ ഭൗതികതയിൽ നിന്ന് എല്ലാം ഉപേക്ഷിക്കലുമല്ല. ഭൗതികതയെ ഉപേക്ഷിച്ചു പോകലല്ല ആത്മീയത. ഭൗതികതയെല്ലാം വെടിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളതല്ല ആത്മീയത കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തിയും ധ്യാനവും ഇതെല്ലാം ആത്മീയതയിലേക്ക് എത്താനുള്ള ഒരു പാത്തുകൾ മാത്രമാണ്, വഴികളാണതെല്ലാം. ആത്മീയത എന്നാൽ അതൊരു ജീവിത രീതി തന്നെയാണ്. മനസ്സ്, ശരീരം, ബുദ്ധി, ആത്മാവ് ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള അറിവാണ് ആത്മീയത നമുക്ക് തരുന്നത്. ശരീരം, ബുദ്ധി, മനസ്സ്, വികാരം ഇതെല്ലാം നമുക്ക് അറിയുന്ന വിഷയങ്ങളാണ്, പരിചിതമാണ്. എന്നാൽ ബോധം, ആത്മാവ് ഇവയെക്കുറിച്ചൊക്കെ വളരെ പരിമിതമായ അറിവ് മാത്രമേ നമുക്കുള്ളൂ. മെറ്റാഫിസിക്സ്, എനർജി ഫീൽഡ് ഇവയെക്കുറിച്ചൊക്കെ നമുക്ക് വളരെ പരിമിതമായ അറിവ് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന്. എന്നാൽ ഈ എനർജി ഫീൽഡുകൾ കുറിച്ചുള്ള നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള ആത്മീയത നമുക്ക് നമ്മളുടെ സ്വയം നിരീക്ഷണത്തിലൂടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. സയൻസ്, മെറ്റാഫിസിക്സ് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് ആത്മീയതയിലൂടെ നമുക്ക് സ്വയം ഗവേഷണം, നമ്മുടെ മനസ്സിനെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് ആത്മീയതയിലൂടെ എനർജി ഫീൽഡിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കത് അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ് എനർജികളുടെ ആ ഒരു പ്രഭാവത്തെ. അപ്പോൾ ആത്മാവ്, ബോധം ഇവ രണ്ടും നമുക്ക് വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റാണ്, കാണാൻ സാധിക്കാത്ത, എന്നാൽ ഇവ രണ്ടും ഉള്ള ഒരു കാര്യം തന്നെയാണ്. മസ്തിഷ്കം ശരീരത്തിൻ്റെ ഒരു അവയവമാണ്. അത് വ്യക്തിയുടെ ചലനങ്ങളെയും വികാരങ്ങളെയും ശാരീരിക പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുമ്പോൾ മനസ്സ് ഒരു വ്യക്തിയുടെ ധാർമ്മികത, യുക്തി, ധാരണ തുടങ്ങിയ ലോജിക് കാര്യങ്ങളെ മനസ്സ് നിയന്ത്രിക്കുന്നു. മനസ്സ് എന്നത് നമ്മളുടെ സൊസൈറ്റി, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട്, സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന കൾച്ചർ ഇതെല്ലാം നമുക്ക് തരുന്ന ബിലീഫ് സിസ്റ്റം, ഹാബിറ്റ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ലോജിക് സിസ്റ്റം തന്നെയാണ് മൈൻഡ്. അത് വളരെ പരിമിതമാണ്. നമ്മൾ ജീവിച്ച് വളരുന്ന ആ സാഹചര്യത്തിൻ്റെ ഒരു ടൈം ലൂപ്പിൻ്റെ ഉള്ളിലാണ് ഈ മനസ്സ് സ്ഥിതി ചെയ്യുന്നത്. മനസ്സെപ്പോഴും പാസ്റ്റിൽ കഴിഞ്ഞുപോയ കാര്യത്തിനെ സമയത്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതേപോലെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന സമയത്തിനെയും ആശ്രയിച്ചിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ടൈമിനെ ആശ്രയിച്ചിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. മനസ്സ് കഴിഞ്ഞുപോയ കാര്യങ്ങളിലും വരാൻ പോകുന്ന കാര്യങ്ങളിലും വ്യാപൃതമായിരിക്കും, ചിന്തകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അദൃശ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളുടെ ആത്മബോധം സാക്ഷിഭാവത്തിൽ ഉണർന്നിരിക്കും. മനസ്സിൻ്റെ ചിന്തകളെ ഒരു സ്വപ്നം പോലെ നമുക്ക് കാണാനും പറ്റും, അറിയാനും പറ്റും. അവിടെ ഇന്ദ്രിയങ്ങൾ വർക്കാകുന്നില്ല, ഉറങ്ങുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴോ തിരിച്ചാണ്, ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. മനസ്സ് ഇന്ദ്രിയങ്ങൾ കാണുന്ന എല്ലാ കാഴ്ചകളെയും സ്പർശനങ്ങളെയും കേൾവികളെയും ഫിൽട്ടർ ചെയ്തുകൊണ്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ലോജിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ മുഴുവൻ മനസ്സിൻ്റെ നിയന്ത്രണത്തിലേക്ക് പെട്ടുപോകുകയാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും ഫിൽട്ടർ വെച്ചാണ് നമ്മുടെ മൈൻഡ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആത്മബോധത്തിലേക്ക് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, അറിയുന്നത്, സ്പർശിക്കുന്നത് ഇതൊന്നും പൂർണ്ണമായും എത്തുന്നില്ല. പകുതി കാര്യങ്ങൾ മാത്രമേ എത്തുന്നുള്ളൂ. ഈ ആത്മബോധത്തിൻ്റെ അറിവില്ലാതെ നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും അപൂർണതയുണ്ടായിരിക്കും, പൂർണ്ണമായ ഒരു അറിവോടെയല്ല. ആത്മബോധം എന്നത് ഹൈലി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം തന്നെയാണ്. അതൊരു പ്രകാശം തന്നെയാണ്.
ആ പ്രകാശം എവിടെ, അവയർനെസ് എവിടെ വരുന്നുവോ അവിടെ നെഗറ്റീവ് ചിന്തകൾക്ക് സ്ഥാനമേ ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രകാശം ഇല്ലാതെ മനസ്സ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മനസ്സിൽ ഒരുപാട് സെൽഫ് ടോക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത്. ധ്യാനം പരിശീലിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? മനസ്സിൻ്റെ ചിന്തകൾ, സെൽഫ് ടോക്ക് അടങ്ങി നമുക്കൊരു സ്വസ്ഥത, സമാധാനം കിട്ടും. പക്ഷേ നമ്മൾ ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോഴോ വീണ്ടും ഭൗതികതയിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ പഴയ സിസ്റ്റം തന്നെ വർക്കാകും. ഫിൽട്ടർ ചെയ്യും മൈൻഡ്, ലോജിക് മൈൻഡ് തീരുമാനങ്ങൾ എടുക്കും, അതിനനുസരിച്ച് ആക്ഷൻ നടക്കും, ആക്ഷൻ അനുസരിച്ച് റിയാക്ഷൻ നടക്കും. അപ്പോൾ മൈൻഡ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സ്വയം തീരുമാനം എടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് ഇങ്ങനെ വന്ന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ബോധപ്രകാശത്തിൻ്റെ ചൈതന്യത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് എങ്കിൽ അവിടെ നെഗറ്റീവ്, ലോ വൈബ്രേഷനിലുള്ള ഒരു എനർജിക്കും അവിടെ സ്ഥാനമേ ഉണ്ടാവില്ല. അപ്പോൾ ലോ വൈബ്രേഷനിലുള്ളത് വികാരങ്ങൾ ഈ ആത്മബോധ പ്രകാശം വരുമ്പോൾ തന്നെ അവിടുന്ന് അപ്രത്യക്ഷമാകും. മനസ്സിൻ്റെ സെൽഫ് ടോക്ക് ഈ അവയർനെസ് എത്തിക്കഴിഞ്ഞാൽ തന്നെ അപ്രത്യക്ഷമാകാൻ തുടങ്ങും, കുറയാൻ തുടങ്ങും. വൈബ്രേഷൻ വളരെ കാമായിട്ടുള്ള സ്റ്റേജിലേക്ക് നമ്മുടെ മൈൻഡ്, ബീറ്റ ലെവലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൈൻഡ് വളരെ കാം സ്റ്റേജിലേക്ക് വരും. ഈ അവയർനെസ്, ബോധം നമ്മളിലുണ്ടായാൽ തന്നെ അത് ഹൈലി ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ്. അത് വെറും സാക്ഷിഭാവത്തിൽ അവിടേക്ക് എത്തിയാൽ മാത്രം മതി. എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് മനസ്സിൽ നടക്കുന്ന സെൽഫ് ടോക്ക്, എന്താണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വികാരം, പഞ്ചേന്ദ്രിയങ്ങൾ എന്തിനെയെല്ലാം അറിയുന്നു എന്നുള്ള പൂർണ്ണമായ സ്ഥലകാല ബോധം അവിടെ ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ നെഗറ്റീവ് വികാരങ്ങൾക്ക് സ്ഥാനമില്ല, കാരണം മൈൻഡ് കാമായി കഴിഞ്ഞു. അപ്പോൾ ഇത് മനസ്സ്, ബുദ്ധി, ബോധം ഇവ ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാനുള്ള ഒരു അറിവ് തന്നെയാണ് ആത്മീയത നമുക്ക് തരുന്നത്. അപ്പോൾ ഭൗതികതയിൽ നമുക്ക് കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ ചെയ്ത്, കൂടുതൽ പെർഫെക്ഷനോടെ കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാതെ ഭൗതികതയിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമോ സന്യാസ ജീവിതമോ മാത്രമല്ല ആത്മീയത എന്ന് പറയുന്നത്. പൂർണ്ണമായ കോൺഷ്യസോട് കൂടിയിട്ട് നമ്മൾ കാര്യങ്ങളെ പ്രവർത്തിപ്പിക്കുക, ജീവിതം ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പൂർണ്ണമായ ഒരു സന്തോഷം, ആത്മസംതൃപ്തി ഇവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഒരുപാട് അറിവുകൾ നേടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വായിക്കേണ്ട പുസ്തകം അത് നമ്മൾ തന്നെയാണ്. നമ്മൾ സ്നേഹിക്കേണ്ട വ്യക്തിയും അതും നമ്മൾ തന്നെയാണ്. നമ്മൾ അറിയേണ്ട ആ ഒരു അറിവും അതും നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മൾ അറിയേണ്ടതെല്ലാം ഉള്ളത് നമ്മളെക്കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത്. പുസ്തകങ്ങളിലൂടെ നമുക്ക് അറിവ് നേടാമെങ്കിലും ജ്ഞാനം നേടണമെങ്കിൽ നമ്മൾ നമ്മളെക്കുറിച്ച് അറിയുക തന്നെ വേണം. നമ്മൾ ആരാണ് എന്നുള്ള ഒരു അറിവ് നമ്മളിൽ പൂർണ്ണമായി വന്നു കഴിഞ്ഞാൽ, അവയർനെസ് കൊണ്ടുവന്നാൽ മാത്രമാണ് നമ്മൾ ആരാണെന്ന് നമുക്ക് പൂർണ്ണമായി അറിയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായ ബോധത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് മനസ്സിൻ്റെ ഫിൽട്ടറില്ലാതെ കൊണ്ടുവരാൻ സാധിച്ചാൽ മനസ്സും ഇന്ദ്രിയങ്ങളും കോൺഷ്യസോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങും. കൂടുതൽ വ്യക്തതയായിരിക്കും കാര്യങ്ങൾക്ക്. കാണുന്ന കാഴ്ചകൾക്കെല്ലാം വളരെ ക്ലാരിറ്റി കൂടും. നമ്മൾ കേൾക്കുന്ന എന്ത് കാര്യമായാലും അതിനൊക്കെ വിവിധ അർത്ഥ തലങ്ങളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. എനർജി ഫീൽഡുകളുടെ ആ ഒരു വൈബ്രേഷൻ നമുക്ക് തികച്ചും വ്യത്യസ്തമായി അനുഭവിക്കാൻ സാധിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രമാണ് ആ ബോധം എന്ന് പറയുന്നത്. സ്പെക്ട്രം ഓഫ് ലൈറ്റാണ്, പ്രകാശമാണ്, അതിതീവ്രമായ പ്രകാശമാണ്. നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമാണ് അവിടെയുള്ളത്. മനസ്സിലെ ചിന്തകൾ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. മനസ്സിലെ ചിന്തകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കടന്നു പോകുമ്പോൾ ഇതിനെ അറിയാൻ സാധിക്കും. അവയർനെസ്, ബോധം സാക്ഷിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓരോ ചിന്തകളെയും നമുക്ക് അറിയാൻ സാധിക്കും. സാക്ഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ചിന്തകൾ വളരെ കുറവേ ഉണ്ടാവുകയുള്ളൂ. വളരെ നിയന്ത്രണമായ ചിന്തകളെ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ. സാക്ഷി ഇല്ലാത്തത് കൊണ്ടാണ് മനസ്സ് അതിൻ്റെ ഇഷ്ടത്തിന് ചിന്തകളെ പ്രൊഡ്യൂസ് ചെയ്ത് വളരെ
നേരം ഒരുപാട് സെൽഫ് ടോക്കുകൾ ആവശ്യമില്ലാത്തത് നടത്തി ആവശ്യമില്ലാത്ത ഫീലിംഗ് ബ്ലോക്കുകളെല്ലാം റിപ്പീറ്റഡായിട്ട് നമുക്ക് ഉണ്ടാവുന്നത്. ഫീലിംഗ് ബ്ലോക്കുകൾ ഉണ്ടായാൽ തന്നെ പലതരം നമുക്ക് ശാരീരിക പ്രശ്നങ്ങളും, നിരന്തരം ഫീലിംഗ് ബ്ലോക്കുകൾ നമുക്ക് ശാരീരിക പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കും, മാനസിക പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളെ ഫിൽട്ടർ ചെയ്യുന്ന മനസ്സിനെയും ബോധത്തിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫുൾ കോൺഷ്യസോട് കൂടിയിട്ട് അവെയർനെസ്സോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. ഈ ആത്മബോധ ചൈതന്യ പ്രകാശത്തെ എങ്ങനെയാണ് നമ്മുടെ സാക്ഷിഭാവത്തിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ സാധിക്കുന്നത് എന്ന്, അത് വളരെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് താനും. എന്നാൽ അതിലേക്ക് എത്താൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മളെക്കുറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക? നമ്മൾ വായിച്ച ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് നേടിയ അറിവുകൾ നമ്മളുടെ ബ്രെയിനിലുണ്ട്. പക്ഷേ നമ്മളെക്കുറിച്ച് നമ്മൾ ഇതുവരെ ഒന്നും അന്വേഷിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല, വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ ആത്മബോധത്തിൻ്റെ ശക്തി, പ്രകാശത്തിൻ്റെ ആ ഒരു പ്രഭാവം നമ്മളിൽ നിറയുന്നതാണ്. അത് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മളിലും അത് നിറയും. ആ ഒരു അവെയർനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓരോ ആറ്റത്തിൻ്റെ ഉള്ളിലും ഈ ആത്മബോധമുണ്ട്, ഓരോ പുൽക്കുടിയിലും ആത്മബോധമുണ്ട്, ആത്മബോധ ചൈതന്യമുണ്ട്. ഓരോ വ്യക്തികളിലും അത് തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. എനർജി, ആ ഒരു ഫീൽഡിൻ്റെ, ആ ഒരു പ്രകാശത്തിൻ്റെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ആത്മചൈതന്യ പ്രകാശത്തിൻ്റെ, എനർജി ഫീൽഡിൻ്റെ ഒക്കെ വൈബ്രേഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും. ഇതൊക്കെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ആത്മബോധ ചൈതന്യ പ്രകാശത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയുക എന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമുക്ക് ഓരോ വീഡിയോയിലൂടെ ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ മറ്റൊരു എപ്പിസോഡിലൂടെ ഇനി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.